ആഗോള തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി വലിയ പള്ളിയിൽ എത്യോപ്യൻ കോപ്റ്റിക് പ്രതിനിധി സംഘം സന്ദർശനം നടത്തി. സഭകൾ തമ്മിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ എക്യുമെനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ചുമതലയിലാണ് സന്ദർശനം ഏകോപിപ്പിച്ചത്. ദൈവശാസ്ത്ര പഠനം, പരിശീലനം, ഗവേഷണം, സാമൂഹ്യ സേവനം തുടങ്ങിയ മേഖലകളിൽ ഇരു സഭകളും തമ്മിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിൻ്റെയും ശക്തിപ്പെടുത്തുന്നതിൻ്റെയും ഭാഗമായുള്ള സന്ദർശനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ചന്ദനപ്പള്ളി വലിയ പള്ളി തനത് ആചാരങ്ങൾ കൊണ്ടും പള്ളിയുടെ നിർമ്മാണ വൈവിധ്യം കൊണ്ടും ആഗോള പ്രശസ്തവും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ച മലങ്കരയിലെ അപൂർവം ദേവാലയങ്ങളിൽ ഒന്നുമാണ്. AD 34 സ്ഥാപിതമായ എത്യോപ്യൻ സഭയും AD 52 സ്ഥാപിതമായ മലങ്കര സഭയും അപ്പോസ്തോലിക പിന്തുടർച്ചയും പാരമ്പര്യവും സ്വയം ശീർഷകത്വവുമുള്ള സ്വതന്ത്ര സഭകളാണ്. ഇത്തരം സന്ദർശനം ആരാധനാരീതി ഇന്നാടിൻ്റെയും സംസ്കാരങ്ങളെ അടുത്തറിയാനും ഒപ്പം പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള ഊഷ്മളബന്ധം ഊട്ടിയുറപ്പിക്കാനും കഴിയുന്നതാണെന്ന് എത്യോപ്യൻ പ്രതിനിധി സംഘത്തിലെ 21-കാരിയായ ഫസീക്ക ഗെറ്റാച്ചിയോ കബേഡി പറഞ്ഞു. മുൻപ് എത്യോപ്യൻ സന്ദർശന വേളയിൽ അന്നത്തെ കത്തോലിക്കയായിരുന്ന പരിശുദ്ധ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ദ്വിതീയൻ കത്തോലിക്ക ബാവയും പരിശുദ്ധ ആബുന മത്യാസ് പാത്രിയാർക്കീസ് ബാവയും ചേർന്ന് പരസ്പര സഹകരണത്തിനുള്ള ഉഭയകക്ഷി ഉടമ്പടിയിൽ ഒപ്പുവച്ചിരുന്നു. ഇതിനുശേഷമാണ് ആരാധനാ സംബന്ധവും പഠന പരിശീലനത്തിനും മറ്റുമായി കൂടുതൽ വേദികൾ ഇരുസഭകളുടെയും എക്യുമെനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ചുമതലയിൽ ക്രമീകരിച്ചു വരുന്നത്. മലങ്കര സഭയുടെ എക്യുമെനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ചുമതലയുള്ള ഫാദർ ജിയോ മാത്യു കോട്ടയത്തിൻ്റെ നേതൃത്വത്തിലാണ് സംഘം ചന്ദനപ്പള്ളി വലിയ പള്ളി സന്ദർശിച്ചത്. ഒപ്പം ജില്ലയിലെ തുമ്പമൺ, മാക്കാങ്കുന്ന് ദേവാലയങ്ങളിലും സംഘം സന്ദർശനം നടത്തി. ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെത്തിയ സംഘത്തെ പരമ്പരാഗത ചടങ്ങുകളോടെയാണ് സ്വീകരിച്ചാനയിച്ചത്. പള്ളിയുടെ പ്രത്യേക ഉപഹാരങ്ങളും ചരിത്ര ഡോക്യുമെന്റ്സും വൈദിക സംഘം സന്ദർശകർക്ക് നൽകി ആദരിച്ചു. തുടർന്ന് ഇടവക ജനങ്ങളും വൈദികരുമായി പ്രതിനിധി സംഘം ആശയവിനിമയം നടത്തി. പള്ളിയും തിരുശേഷിപ്പ് ഖബറും സന്ദർശിച്ചു. സ്വീകരണത്തിന് ഭദ്രാസന സെക്രട്ടറി ജോൺസൺ കല്ലിട്ടതിൽ കോറപ്പിസ്കോപ്പ, കുര്യൻ വർഗീസ് കോറപ്പിസ്കോപ്പ, വികാരി ഫാദർ ഷിജു ജോൺ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോം മാത്യു, ട്രസ്റ്റി KS തങ്കച്ചൻ, സെക്രട്ടറി PD ബേബിക്കുട്ടി, റോയ് വർഗീസ്, മനോജ് ചന്ദനപ്പള്ളി, ബിജു ജോർജ്, ഹന്ന എലിസബത്ത് ടോമി, ഷെയ്ൻ ജസ്റ്റിസ് എന്നിവർ നേതൃത്വം നൽകി. എത്യോപ്യൻ സഭാംഗങ്ങളുടെ പ്രത്യേക ആരാധനാ ശുശ്രൂഷയും ഇതിനോടനുബന്ധിച്ച് നടന്നു. പ്രതിനിധി സംഘം രാത്രി നമസ്കാരത്തിലും അത്താഴ വിരുന്നിലും സംബന്ധിച്ചാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.